അപ്പോൾ നമുക്ക് ക്വാണ്ടിഫൈസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംതിങ് ഈസ് ഗുഡ് അല്ലേ. അപ്പോൾ സംതിങ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്തോന്ന് ഗുഡാണ്. അപ്പോൾ അത് ഓളായിട്ട് പെടില്ല, നമുക്ക് എന്തായിട്ട് അത് പെടുള്ളൂ, ഫോർ സം എക്സ് ആയിട്ട് അത് പെടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചിലത്ത് കുറച്ച് വേർഡ്സ് ഓളായിട്ടും കുറച്ച് വേർഡ്സ് സമ്മായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ സംതിങ് ഇസ് ഗുഡ് എന്ന് പറയുമ്പോൾ സമ്മാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമ്പിൾ യൂസ് ചെയ്തു. പിന്നെ എക്സ് ഇസ് ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് ഓഫ് ജി ഓഫ് എക്സ്, അതായത് ഫോർ സം എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവരിത്തിങ് ഇസ് ഗുഡ്. എവരിത്തിങ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓൾ ആണ് അല്ലേ, എല്ലാതും അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ ഓൾ എക്സ് എക്സ് ഇസ് ഗുഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ ഓൾ എക്സ് ജി ഓഫ് എക്സ്. ഈ നത്തിങ് ഇസ് ഗുഡ് എന്ന് പറയുന്നത് നത്തിങ് എന്ന് പറയുമ്പോൾ എന്താ, നത്തിങ് ഉദ്ദേശിക്കുന്നതും എല്ലാതുമാണ്, അതായത് ഓളിനാണ് എല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ നത്തിങ് അതൊരു നെഗേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ജി ഓഫ് എക്സിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഒരു നെഗേഷൻ സിമ്പിൾ ഇട്ടു. അതായത് ഈ സിമ്പിളിനാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നത്തിങ് ഇസ് ഗുഡ് എന്ന് പറയുമ്പോൾ ഫോർ ഓൾ എക്സ് നത്തിങ് ഇസ് ഗുഡ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഗുഡ് എന്നാണ്, നത്തിങ് ഇസ് ഗുഡ് എന്ന് പറയുമ്പോൾ ഒരു നെഗേഷൻ ഇട്ടു ഫോർ ഓൾ എക്സ്. ഓക്കെ, ഇനി അടുത്തത് ഓൾ മെൻ ആർ ഗുഡ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കണക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ഈസ് മെൻ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, പിന്നെ എക്സ് ഈസ് ഗുഡ് അത് വേറെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്സ് ഈസ് മെൻ എന്ന് പറയുന്നത് നമ്മൾ എം ഓഫ് എക്സ് ആയിട്ട് എടുത്തു, എക്സ് ഈസ് ഗുഡ് എന്നുള്ളത് നമ്മൾ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു അല്ലെ. ഓൾ മെൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഏത് വരിക, ഇതാണ് ഫോർ ഓൾ എക്സിൻ്റെ സിമ്പിളാണ് വരിക, ഇതാണ് സിമ്പിൾ വരിക. അപ്പോൾ ഫോർ ഓൾ എക്സ് എം ഓഫ് എക്സ് ഇംപ്ലൈ ജി ഓഫ് എക്സ് അല്ലേ, അതായത് എല്ലാ മെന്നും ഗുഡാന്ന് കാണിക്കണം. അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എം ഓഫ് എക്സ് ഇംപ്ലൈസ് ജി ഓഫ് എക്സ്. അപ്പോഴാണ് ഓൾ മെൻ ആർ ഗുഡ് എന്ന് നമുക്ക് വരുന്നുള്ളൂ. നോ മെൻ ആർ ഗുഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫുള്ളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ ഓൾ എക്സ് എടുത്തു. ഇനി എം ഓഫ് എക്സ് നോ മെൻ ആർ ഗുഡ് എന്ന് പറയുന്നത് നെഗേഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, അതായത് ഒരു മെന്നും നല്ലതല്ല, ഒരു മെന്നും ഗുഡ് അല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ എഴുതുക, എം ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. ഗുഡ് അല്ല എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ജി ഓഫ് എക്സിന് മുന്നേ നമ്മൾ ഒരു നെഗേഷൻ സിമ്പിൾ വേണം. നമ്മൾ ഇവിടെ നത്തിങ് ഈസ് ഗുഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ ഒരു സിമ്പിൾ കൊടുത്ത പോലെ ഇവിടെയും നമ്മൾ എന്ത് വേണം, ഒരു നെഗേഷൻ്റെ സിമ്പിൾ വേണം. എന്നാലാണ് ആ ക്വസ്റ്റ്യൻ അല്ല ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടാണ് സിംബോളിക് ഫോമിൽ. അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സം പീപ്പിൾ ഹു ട്രസ്റ്റ് അതേഴ്സ് ആർ റിവാർഡഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കത് 3 തരത്തിൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് എക്സ് ഇസ് എ പേഴ്സൺ, ഒരു പേഴ്സൺ ഉണ്ട് ഇവിടെ. പിന്നെ ആ പേഴ്സൺ ട്രസ്റ്റ് അതേഴ്സ്, എക്സ് ട്രസ്റ്റ് അതേഴ്സ്, അത് രണ്ടാമത്തെ ഒരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ എക്സ് ഇസ് റിവാർഡഡ്. അങ്ങനെ 3 ടൈപ്പല്ല 3 ഡിവിഷൻസാണ് അവിടെ വരുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്, എക്സ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിന് റിവാർഡും കൊടുക്കുന്നുണ്ട്, എക്സ് ഇസ് റിവാർഡഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇങ്ങനെ തന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എങ്ങനെയാണ്, എക്സ് ഇസ് എ പേഴ്സൺ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ആയിട്ട് എടുത്തു, എക്സ് ട്രസ്റ്റ് അതേഴ്സ് എന്ന് പറയുന്നത് ടി ഓഫ് എക്സ് ആയിട്ട് എടുത്തു, എക്സ് ഇസ് റിവാർഡഡ് എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ സം പീപ്പിൾ അല്ല, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാ, ഫോർ സം എക്സ് അല്ലേ, ഇതാണ് യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഫോർ സം എക്സ് പി ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ടി ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ആർ ഓഫ് എക്സ്, എന്നാലല്ലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കി വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എനി വൺ ഈസ് ഗുഡ് ദെൻ ജോൺ ഈസ് ഗുഡ് അല്ലേ. അപ്പോൾ ഇഫ് എനി വൺ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു എക്സ് ഒരു പേഴ്സൺ ആണെന്നാണല്ലോ. അപ്പോൾ എക്സ് ഒരു പേഴ്സൺ ആണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ എക്സ് ഗുഡാന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ജോൺ ഈസ് ഗുഡ്. അങ്ങനെ 3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഇഫ് എനി വൺ ഈസ് ഗുഡ്, അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഫോർ ആരോ കുറച്ച് പേര് എന്താണ് ഗുഡാണ്. അപ്പോൾ ഫുള്ള് ആൾക്കാരെന്നെ അവിടെ പറയുന്നില്ല, കുറച്ച് പേര് ഗുഡാന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഫോർ സം എക്സിൻ്റെ സിമ്പിൾ എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എക്സ് ഇസ് പേഴ്സൺ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ആയിട്ട് എടുത്തു, എക്സ് ഇസ് ഗുഡ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു, ജോൺ ഇസ് ഗുഡ് എന്ന് പറയുന്നത് ജി ഓഫ് ജെ എടുത്തു അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതായത് എക്സ് ഇസ് എ പേഴ്സണും എക്സ് ഇസ് ഗുഡും ഇൻ്റർസെക്റ്റ് ചെയ്തു. പിന്നെ അവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത് അല്ലേ. അതായത് ഇഫ് എനിവൺ ഈസ് ഗുഡ് ദെൻ ജോൺ ഈസ് ഗുഡ് അല്ലേ. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ പി ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ജി ഓഫ് എക്സ്, അതാണ് ഇഫാണ് ടോട്ടലായിട്ട് വരുന്നത്. ദെൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ദെൻ ജോൺ ഈസ് ഗുഡ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്
ജോൺ ഈസ് ഗുഡിൻ്റെ പകരം ജി ഓഫ് ജെ എന്ന് എഴുതാം. അപ്പോൾ അത് ഇംപ്ലിക്കേഷനായി. അപ്പോൾ ഫോർ സം എക്സ് പി ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ജി ഓഫ് എക്സ് ഇംപ്ലൈസ് ജി ഓഫ് ജെ. അങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ ടീച്ചർ ഈസ് ആബ്സെൻറ്റ് ദെൻ സം സ്റ്റുഡൻസ് ഡു നോട്ട് കീപ് ക്വയറ്റ്. അതായത് ടീച്ചർ ആബ്സെൻ്റ് അല്ലെങ്കിൽ ടീച്ചർ ആബ്സെൻ്റ് ആണെങ്കിൽ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യില്ല, ക്വയറ്റായിട്ട് ഇരിക്കില്ല. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക സം സ്റ്റുഡൻസാണ് വന്നിരിക്കുന്നത് അല്ലേ. സം സ്റ്റുഡൻസ് ആയതുകൊണ്ട് സമ്മിൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എടുത്തു, ഫോർ സം എക്സിൻ്റെ ഇതെടുത്തു. അതിനുശേഷം നമ്മൾ ടി ആബ്സെൻ്റ് തന്നിട്ടുണ്ട്. അതായത് ടി ഓഫ് എക്സ് ആബ്സെൻറ്റ്, ടി ഓഫ് എക്സ് ഈസ് ആബ്സെൻറ്റ്. ഇവിടെ എക്സ് എഴുതിയാലും ടി എഴുതിയാലും കുഴപ്പമില്ല, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ ഇഫ് ടീച്ചർ ഈസ് ആബ്സെൻറ്റ്, അപ്പോൾ നെഗേഷൻ ഓഫ് ടി ഓഫ് എക്സ് ഇംപ്ലൈസ് സം സ്റ്റുഡൻസ്. സമ്മിന് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്തു. സ്റ്റുഡൻസ് ഡു നോട്ട് കീപ് ക്വയറ്റ്, എക്സ് കീപ് ക്വയറ്റിന് നമ്മൾ ക്യൂ ഓഫ് എക്സ് ആയിട്ട് എടുത്തു. ഡു നോട്ട് കീപ് ക്വയറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു നെഗേഷൻ സിമ്പിളും കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്. അത് ഇനി ഒരു 2-3 സെക്ഷൻ കൂടിയും കാണും. അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഗ്രൂപ്പിലിടുന്നതാണ്. അപ്പോൾ ഇത്രയും ആണ് മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്.